എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ കട്ടിംഗ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിത് ഈ ഒരു പീസാണ് എടുക്കുന്നത് ഫസ്റ്റിലെ തന്നെ. അപ്പോൾ ഇതിങ്ങനെ നിവർത്തിയിടുക, എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ലൈനിങ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് അകവും പുറവും ഇല്ല, ഇത് രണ്ട് സൈഡും ഒരുപോലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീത്ത വശത്തിൻ്റെ പുറത്തേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ തുണിക്ക് അകവും പുറവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചല്ലോ, ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റിനൊന്ന് പിടിക്കുക കേട്ടോ. ഇത് രണ്ടും ഒരുപോലെ വരത്തക്ക രീതിയിൽ പിടിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്യണമെന്നില്ല. ഞാനിതിപ്പോൾ പൈപ്പിങ് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, ചുരിദാറിൻ്റെയൊക്കെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കും അതുപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. നെക്കൊക്കെ നല്ല ബുട്ടീക്കിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കൂലേ, അപ്പോൾ അവരൊക്കെ പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് അത്രയും ഫിനിഷിങ്ങിൽ നമുക്കിത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നിങ്ങളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിനകത്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 4 ഇഞ്ച് പോലും വലിപ്പത്തിലല്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്, അതുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു നെക്ക് ഞാനിപ്പോൾ ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഞാൻ ആ ഒരു സൈഡിലൂടെ തന്നെ ആ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ പ്രിൻസസ് കട്ടിൻ്റെ ബാക്കി ഭാഗം, അപ്പോൾ ആ ഭാഗത്തെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം, ഒരുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചീത്ത വശത്തേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഓരോന്ന് വീതം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ടൊന്ന് സൈഡിലൂടെ തന്നെ ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച് ഈ ഒരു പീസ് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലേക്കും ഇതൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഓരോ വശവും ഇതൊന്ന് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അതായത് ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചിടുക. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഈ 2 തുണിയും ഇതുപോലെ ഒരുമിച്ച് പിടിക്കുക ഈ അറ്റം ഭാഗത്ത്. എന്നിട്ട് നമുക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതായത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊരു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു ഏറ്റക്കുറച്ചിൽ എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് കാര്യമൊക്കെ ഉണ്ടാവും. 1-2 തവണയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ.
അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത്രയും ലെങ്ത്തിൽ നമുക്ക് 2 പീസ് ഒരുപോലെ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം, ഇല്ലെങ്കിൽ വിട്ടുപോരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത പീസും വെച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടുക, എന്നിട്ട് നേരെ തിരിച്ചെടുക്കണം. ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഈ താഴത്തുനിന്ന് ഈ 2 പീസും ഒരുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരുമിച്ച് വെച്ച് ആദ്യം പതുക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഈ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നതുണ്ടല്ലോ, അതായത് നമ്മളൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ വ്യത്യാസത്തിൽ 2 തുണിയും തമ്മിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കേണ്ട. നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവും, അതായത് ശരിയായി വരും അത്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട. അപ്പോൾ ഈ 2 വശവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ് ഇതിൻ്റെ പുറത്തേക്ക്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് പീസ് എടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊന്ന് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫ്രണ്ടിലത്തെ പീസിൽ നിന്ന് ഓൾറെഡി നമ്മൾ പ്രിൻസസ് ലൈൻ കട്ട് ചെയ്തപ്പോൾ 2 ഇഞ്ച് നമുക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഇടയ്ക്കിൽ നിന്ന്. അപ്പോൾ അതുപോലെ ഇതിനകത്തും 2 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഈ ഒരു അറ്റത്തുനിന്ന് 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മുകളിലേക്കൊന്ന് ടേപ്പ് വെച്ച് കൊടുക്കുക, ഇങ്ങനെ ചരിച്ചൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, താഴത്ത് മാത്രമേ നമ്മൾ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുള്ളൂ, മുകളിൽ ഒന്നും നമ്മൾ കുറച്ചെടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കണം. ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരുപോലെ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ മെയിൻ ക്ലോത്ത് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അളവിന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് നിവർത്തി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക്, അതായത് നമ്മൾ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗമാണല്ലോ ഇപ്പോൾ ചീത്ത വശമായിട്ട് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പുറത്തേക്കൊന്ന് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നെക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നേരത്തെ നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഒരു പീസിന് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്യണം. ഈ ബാക്ക് പീസ് നമുക്ക് 2ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തില്ലേ, അതായത് ഈ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത സമയത്ത് തന്നെ നമുക്ക് ഇതിന് ഇങ്ങനെ 2ആയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യായിരുന്നു കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് മാത്രം, അതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ 2ആയിട്ട് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഒരുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഇതാ ഇങ്ങനെ 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, നൂലൊന്നും പിന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാ ഇങ്ങനെ ഒരു പീസ് എടുത്തിരിപ്പുണ്ട്. ഒരു 1.25 ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പീസിന്. അപ്പോൾ ഞാൻ ഇടതുവശത്തെ ആ ഒരു പീസ് എടുത്തു, അതായത് ബാക്ക് പീസ് തന്നെ ഇടതുവശത്തെ ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നല്ല വശത്തിൻ്റെ പുറത്തേക്ക്
ഇങ്ങനെ രണ്ടായിട്ടൊന്ന് അത് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കടത്തിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. താഴത്ത് ഇങ്ങനെ മടക്കി വെക്കണമെങ്കിൽ മടക്കി വയ്ക്കാം. ഞാനിങ്ങനെ മടക്കി വയ്ക്കുന്നില്ല. താഴെ നമ്മൾ പടി വയ്ക്കുമ്പോൾ ആ ഒരു അറ്റമൊക്കെ കവറായി പോവും. എന്നിട്ട് ബാലൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അവിടെയും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ. ഇനിതാ ഇങ്ങനെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് ഉള്ളിലേക്ക് വെച്ചൊന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഹുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഹുക്സൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് അടുത്ത പീസ് എടുക്കാം. അതായത് വലതുവശത്തെ പീസ് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശം എടുക്കുക. അതായത് ലൈനിങ് ഉള്ള ഭാഗം എടുക്കുക. എന്നിട്ട് ഇതുപോലെ അതായത് ഒരു 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് വീതി വരുന്നൊരു പീസ്. അതും നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ കുറച്ചൊന്ന് കടത്തി ഇട്ടിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ബാലൻസ് വരുന്നത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നേരത്തെ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തില്ലേ, ടോപ്പ് സ്റ്റിച്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുകൂടിയും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ നല്ല വശത്തേക്ക് മടക്കുക. അതായത് നല്ല വശത്തേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇത് നമ്മൾ ആ ഹുക്സൊക്കെ ഇടാനുള്ള ആ ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരറ്റത്തുകൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പുറത്തും കുറച്ച് ബാലൻസ് ഉണ്ട്, അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കത് രണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഹുക്സ് ഇടാനുള്ള ആ ഒരു സംഭവം ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് എടുക്കുക. അതിൻ്റെ പുറത്തേക്ക് ബാക്കിലത്തെ ഓരോ പീസുകളും ഇങ്ങനെ നല്ല വശങ്ങൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഞാനൊരു 1/2 ഇഞ്ച് ഒരുപോലെ പിടിച്ചിട്ടൊരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോ ഭാഗവും വീതവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഷോൾഡർ രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഷോൾഡർ എത്ര വേണമെന്നുള്ളത് ഇതിനകത്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ ടേപ്പ് വെച്ച് നോക്കുന്നുണ്ട്, ഒരു 3.5 ഇഞ്ചാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയത്തിൻ്റെ ആവശ്യമില്ല, എനിക്കൊരു 2.25 ഇഞ്ച് മതി ഷോൾഡറിന്. അപ്പോൾ ഞാൻ 2.25 അളന്നിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും 2.25 ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ബാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാട് അങ്ങ് കുഴിച്ച് കൊണ്ടുപോകണ്ട, നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തുമ്പത്തേക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷോൾഡറൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഫ് സ്ലീവ് ആണല്ലോ വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ്സോ ഗ്യാദേഴ്സോ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ പ്ലീറ്റ്സൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ തന്നെ മറ്റേ സ്ലീവും പ്ലീറ്റ്സൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഈ സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മെയിൻ ക്ലോത്തിലോട്ട് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ഇതിൻ്റെ സെൻറ്റർ സ്ലീവിൻ്റെ സെൻറ്റർ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനതിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചീത്തവശം പുറത്ത് വരുന്ന രീതിയിൽ, അതായത് ചീത്തവശം പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ നിവർത്തിയിടുക. എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഒരു സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നമുക്കൊന്ന് ഒരു 1/2 ഇഞ്ച് ഈ ഒരു ഭാഗം 1/2 ഇഞ്ച് നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെട്ടുക. എന്നിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു പോയിൻറ്റും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് 2 ഭാഗത്തേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓരോ ഭാഗം വീതം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ 2 സ്ലീവ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ 2 സ്ലീവ് നമ്മൾ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ പൈപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്.
അപ്പോൾ നെക്കിലും സ്ലീവിൻ്റെ ആ ഒരു താഴത്തെ ഭാഗത്ത് നമ്മൾ പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും ചെയ്യാം. അപ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ പൈപ്പിംഗ് ത്രെഡ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു നെക്ക് ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ് ഇത് ഇത്രയും മതിയോ എന്നുള്ളത്. ആ ഒരു നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഒരറ്റത്ത് നിന്നും തുടങ്ങിയിട്ട് ഇങ്ങനെ ഫുള്ളൊന്ന് റൗണ്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ അധികമാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ കട്ട് ചെയ്തൊന്നും മാറ്റുന്നില്ല, ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഞാൻ എടുത്തിരിക്കുന്ന തുണി കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സെയിം കളറിലെ നൂല് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലൊക്കെ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഈ ഒരു പൈപ്പിങ്ങിൻ്റെ ലേസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു കളറിലെ തുണി തന്നെ വേണം, അതായത് വേറെ കളറിലെ തുണി തന്നെ വേണമെന്നില്ല. സെയിം ബ്ലൗസിൻ്റെ സെയിം കളറിലെ പൈപ്പിങ് വെച്ചാലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണേ. നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങാം, വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ ഞാനൊരു ഇച്ചിരി കടത്തി ഇടുന്നുണ്ട് കണ്ടോ, എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നമ്മൾ ഞാൻ ഹെമ്മിങ് ആണ് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ല രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പൈപ്പിങ്ങൊക്കെ വെച്ച് ഈ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്താൽ നല്ല നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. സാധാരണ നോർമലി നമുക്ക് ഈ സെയിം കളറിലെ, അതായത് ഈ ഒരു സെയിം കളറിലെ ക്ലോത്ത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയായിരിക്കും. നമ്മൾ നോർമലി നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ചെറിയ ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തിരിച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ ബ്ലൗസിൻ്റെ പുറത്തുകൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, പൈപ്പിങ്ങിൻ്റെ പുറത്തുകൂടി അല്ല. അപ്പോൾ ബ്ലൗസിൻ്റെ പുറത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ സെയിം കളറിലെ നൂലിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതായത് വെള്ള കളറിലെ നൂലിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സ്ലീവ്സിൻ്റെ ആ ഒരു എൻഡിലും പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. സ്ലീവ്സ് രണ്ടും ഇതുപോലെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നേരെ ഇങ്ങനെ വെച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഇച്ചിരി ഞാൻ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത്ര ഈ സമയത്ത് നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ ഒരു 3/4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു താഴത്ത് നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് കയറ്റി അടയാളപ്പെടുത്തുന്നുണ്ട്. 3/4 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് വരെയും നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ചരിച്ച് താഴത്തേക്കൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്, ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഞാൻ എന്താ ഇതിൻ്റെ പുറത്തേക്ക് ഈ ഒരു താഴത്തെ ഭാഗത്ത് നമുക്ക് പടി വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് വീതി വരുന്ന ഒരു പീസാണേ. കുറച്ച് നീളത്തിന് എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് നല്ല വശത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതൊന്ന് നിവർത്തി ഇങ്ങനെയൊന്ന് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ആ ഒരു തയ്യൽ തുമ്പ് വരുന്ന രീതിക്ക് വെക്കുക. അതായത് ഇപ്പോൾ വച്ച് ചേർത്ത് ആ ഒരു തുണിയുടെ താഴെ തയ്യൽ തുമ്പ് വരുന്ന രീതിക്ക് വെച്ചൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ ഒന്ന് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരൊറ്റ മടക്ക് മതി. അങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഉള്ളിലേക്ക് വെച്ചൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനെന്തായാലും ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള ഭാഗങ്ങളിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഹെമ്മിങ് ചെയ്യുമ്പോഴാണ് വൃത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയൊന്നുമില്ല, ഇനി നമുക്ക് ഈ ഒരു 2 ഭാഗത്തും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഈ പടികളുണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ നെക്കും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ സ്ലീവ്സ്, 2 സ്ലീവ്സിൻ്റെയും എൻഡിൽ വരുന്ന ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ഈ കാണുന്നത് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, ഹെമ്മിങ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഹുക്സ് പിടിപ്പിക്കണം. ഹുക്സ് ഇടാനുള്ളത് പിടിപ്പിക്കണം. ഹുക്സൊക്കെ പിടിപ്പിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഹുക്സ് ഇടാനുള്ളത് പിടിപ്പിക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.